നടൻ അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണവുമായി തമിഴ് നടി നർവിനി ദേരി ഓഡിഷൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നാണ് ആരോപണം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നും താരം പറഞ്ഞു. ട്രെൻഡ് ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും വലിയ ആരോപണമാണ് അജ്മൽ അമീറിനെതിരെ ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അജ്മൽ അമീറിനെതിരെ ഉണ്ടായിരുന്നു. അതിന്റെ തെളിവുകളൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വന്നിരുന്നതുമാണ്. He is a tall guy. நான் ஒரு சின்ன girl. I'm only 40 kg. Have to think clear. So he's a tall and big guy. So நான் கலெக்ட் பண்ணிட்டு okay, let's face it அப்படின்னு சொல்லிட்டு நான் வெளியே வரேன். திங்கிங் என் பேக் எங்க இருக்கு, என் ஃபோன் எங்க இருக்கு, எப்படி இதை 20 மினிட்ஸ்ல என் ஃப்ரெண்டு கால் பண்ணுவான், லெட்ஸ் திங்க் சம்திங். அண்ட் ஊபரும் நான் வெளியவே வெயிட் பண்ண போட்டுட்டு தான் வந்திருந்தேன். ஸோ அப்போ நான் அவர்கிட்ட சொல்லி எப்போ வருவாங்க உங்கள் பீப்புள் அப்படின்னு சொன்னேன். நான் வாஷ்ரூம் விட்டு வெளியில் வரேன். ஹீஸ் டர்ன் ஆன் சம் மியூசிக்கை போட்டுட்டு என் கை பிடிச்சிட்டு வாங்க கம் லெட்ஸ் டான்ஸ், லெட்ஸ் ஹாவ் சம் ஃபன் அப்படின்னு. லைக் நோ 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 சி I clearly know what you want. I'm not here for that. நான் அதுக்காக இங்கே வரல. I'm not interested. Then he started saying, what are you saying? நான் இவ்வளோ ஹேண்ட்ஸமான பையன், என் பின்னாடி எவ்வளோ பேர் இருக்காங்க, கேர்ள்ஸ்க்குலாம் எனக்கு ரொம்ப பிடிக்கும், let's just have some fun அப்படின்னு. Then I started playing psychological with him. நீங்க ஹேண்ட்ஸம்னு நீங்க தான் சொல்லிக்கணும். I don't like you at all. You're so big. You're so என்ன சொல்றது, psychologically I had to pull him down. So I said, you're so big, you're not at all, எனக்கு பிடிக்கவே இல்லை அப்படின்னு சொல்லும்போது, ஏன் உனக்கு என்ன பிடிக்கல அப்படின்னு சொல்லி he became dull. அவர் வந்து ரொம்ப டல்லா ஃபீல் பண்ண ஆரம்பிச்சிட்டாரு. Then he didn't even want to insist. Then but இருந்தாலும் அவர் வந்து கட்டி பிடிக்க ட்ரை பண்றாரு. I'm like, கையெடு, you're so annoying, you're so ugly, you're smelling. அந்த மாதிரி நான் வந்து அவருக்கு எனக்கு ஒன்று பிடிக்கவே இல்லை. If you want to something, you can kill me and try. ஒரு எக்ஸ்பிரஸ் அவென்யூ மால்ல, அவ்வளோ ஒரு பப்ளிக்கான மால்ல ஒருத்தர் பப்ளிக்கா வந்து அப்ரோச் பண்ணி ஒரு ஆடிஷன் கூப்பிட்டு ஒருத்தங்களை மொலஸ்ட் பண்ண ட்ரை பண்ணும்போது, எத்தனை பேருக்கு இது நடந்திருக்கலாம். ஒரு ஹீரோன்னு சொல்லி மீட் பண்ணப்போ எத்தனை பேருக்கு இது நடந்திருக்கலாம். so many people can't even talk about it. കൂടുതൽ വിവരങ്ങളുമായി MS ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, ഗുരുതര ആരോപണമാണല്ലോ അജ്മൽ അമീറിനെതിരെ വന്നിരിക്കുന്നത്. ഒരു പരാതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്ന് കരുതണോ? ശ്രുതി, ഇത് ആദ്യമായിട്ടല്ല അജ്മലിനെതിരെ ഇങ്ങനെയൊരു ഗുരുതര ആരോപണങ്ങൾ വരുന്നത്. തുടർച്ചയായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പല താരങ്ങൾ, പ്രത്യേകിച്ച് സഹപ്രവർത്തകർ, അജ്മലിൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ സാധാരണക്കാരായ പെൺകുട്ടികൾ ഉൾപ്പെടെ അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം അജ്മലിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെയും അല്ലാതെയും അവർ പുറത്തു വന്നു. ഇപ്പോൾ ഓഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ ഓഡിയോ ചാറ്റിലൂടെയൊക്കെ അവർക്കുണ്ടായ ദുരനുഭവം അവർ പുറത്ത് പറഞ്ഞെങ്കിൽ ഇവിടെ നടി നർവിനി ദേരി കൃത്യമായി അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് രംഗത്തെത്തുന്നത്. അജ്മലിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുകയാണ്. പ്രത്യേകിച്ച് ഓഡിഷന് 2018 ഓഡിഷനിൽ എന്ന പേരിൽ തന്നെ സമീപിക്കുകയും ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ചെയ്യുകയും ശ്രമിച്ചു. അന്ന് ഡെൻമാർക്കിൽ പോകാനിരുന്ന നർവിനി ഓഡിഷന് പോകാൻ വേണ്ടി മാത്രമായിട്ട് പോയപ്പോൾ അവിടെ ഹോട്ടൽ മുറിയിൽ അജ്മൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി ക്രൂ മെമ്പേഴ്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും വരുമെന്ന് പറയുകയും അജ്മൽ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നർവിനിയുടെ ആരോപണം. അത് തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോഴേക്കും പല രീതിയിലും തനിക്ക് വഴങ്ങാത്തത് കൊണ്ട് തന്നെ പല രീതിയിലും നർവിനിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അജ്മൽ ശ്രമിച്ചു എന്നതും നർവിനി ഇതിലൂടെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് ഇക്കാര്യം പുറത്തു വരികയും ചെയ്യുന്നത്. പ്രധാനമായും അജ്മൽ പല താരങ്ങളോടും, ഇപ്പോൾ സ്വന്തം സഹപ്രവർത്തകരോടും അല്ലാതെ പരിചയമില്ലാത്തവരോട് പോലും ലൈംഗികപരമായി സംസാരിക്കുന്ന പല ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യം കൂടി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ഗുരുതര ആരോപണവുമായി എത്തുന്നത്. നർവിനി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിൽ ഈ ഓഡിഷന് കയറിയതിന് ശേഷം തൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് താഴെ കൊണ്ടുവരികയും എൻ്റെ ഭാഗത്തു നിന്നൊരു കോൾ 20 മിനിറ്റിനുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ ദയവ് ചെയ്ത് കയറി വരണമെന്ന് തൻ്റെ സുഹൃത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു നടിയുടെ ദുരവസ്ഥ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയും കൂടിയാണ് നർവിനി പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മെൻ്റലി അജ്മലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നൊരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് താൻ ചെയ്തതെന്നും പെട്ടെന്ന് തനിക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞത് തൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണ് നർവിനി ഇതിലൂടെ തുറന്നു പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് പല സുഹൃത്തുക്കളും ഉൾപ്പെടെ തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും ജീവന് പേടിയുള്ളത് കൊണ്ടും തൻ്റെ കരിയറിനെ
ബാധിക്കുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് താൻ പോലീസ് കേസുമായി മുന്നോട്ട് പോകാത്തത് എന്നൊരു പശ്ചാത്തലം കൂടി നർവിനി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ന് ഡെൻമാർക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ നടി വിദേശത്താണ്, ഡെൻമാർക്കിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ആ ട്രിപ്പ് പോലും ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അജ്മൽ ഈ പറയുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു എക്സ്പ്രസ് അവന്യൂ മോളിൽ, തമിഴ്നാട്ടിലെ എക്സ്പ്രസ് അവന്യൂ മോളിൽ വെച്ചുകൊണ്ടാണ് ഈ ഓഡിഷൻ കോൾ എന്ന പേരിൽ നടൻ അജ്മൽ അമീർ തന്നെ സമീപിക്കുന്നത്. അത്രയും വളരെ പബ്ലിക് ആയിട്ടൊരു പ്ലേസിൽ പോലും ഇങ്ങനൊരു ഓഡിഷൻ കോൾ എന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും ഈ നടൻ്റെ മാനസിക വൈകൃതത്തെ കൂടി നർവിനി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തനിക്ക് മാത്രമല്ല എത്ര പെൺകുട്ടികൾക്ക് ഇതുപോലെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ഒരു സെലിബ്രിറ്റി ടാഗ് എന്ന പേരിൽ പല പെൺകുട്ടികളെയും ഇതുപോലെ അജ്മൽ സമീപിക്കുകയും തൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങണമെന്ന് പറയുന്ന എത്രയോളം കേസുകൾ ഉണ്ടാകും. ഇത് തൻ്റെ മാത്രം അനുഭവമല്ല, ഒട്ടനവധി പെൺകുട്ടികൾക്ക് ഇതുപോലെ ദുരനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ടും നടിയുടെ തുറന്നു പറച്ചിൽ സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമാ മേഖലയിൽ, പ്രത്യേകിച്ച് തമിഴ് സിനിമാ മേഖലയിൽ അജ്മലിനെ ഏൽക്കുന്ന ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. കേസുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യത്തിന് താൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നടി പറയുന്നത്. എന്തായാലും ഒരു കോൾ ഔട്ട് ക്യാമ്പയിൻ അജ്മലിനെതിരെ നടക്കുന്നുണ്ട്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 1.5 ആഴ്ചയോളം പിന്നിടുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും പല പെൺകുട്ടികളും അവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താത്ത രീതിയിൽ ജീവന് പേടിയുള്ളത് കൊണ്ട് മാത്രം, പ്രത്യേകിച്ച് ഒരു നടൻ എന്ന ടാഗിൽ അയാൾക്ക് എന്ത് വേണമെങ്കിലും തൻ്റെ ജീവിതത്തിനോട് ചെയ്യാമെന്നുള്ള പെൺകുട്ടികളുടെ പേടി അതൊരു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പലരും അവരുടെ ദുരനുഭവം എന്നിട്ടും തുറന്നു പറഞ്ഞു. അജ്മൽ ആദ്യം ഇത് തൻ്റെ AI ആണ്, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി മാത്രമാണെന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അതേ വീഡിയോയ്ക്ക് താഴെ പല പെൺകുട്ടികളും അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറയുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീട് അജ്മൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. പിന്നാലെയാണ് പല ദുരനുഭവങ്ങൾ പല പെൺകുട്ടികളും മുന്നോട്ട് വരുന്ന ഒരു പശ്ചാത്തലം. ഇപ്പോഴാണ് ഏറ്റവും ഒടുവിൽ തമിഴിലെ നടിയായ നർവിനി ദേവി തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നത്, തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അശ്വതി.